മൈ ഡിയേഴ്സ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡൈജഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ് എന്ന ചാപ്റ്ററിലെ ഡൈജസ്റ്റീവ് സിസ്റ്റം ദഹന വ്യവസ്ഥയെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് മൂവ് ഓൺ ദ നെക്സ്റ്റ് ടോപ്പിക്. ആർ യു റെഡി? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ വെച്ചിട്ട് മുഴുവൻ നമ്മുടെ ന്യൂട്രിയൻസിൻ്റെയും അബ്സോർപ്ഷൻ നടക്കുന്നുണ്ട് എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അവിടെ വെച്ചിട്ടാണ് നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ പോഷകങ്ങളും നമ്മുടെ ബോഡിയിലേക്ക് നമ്മുടെ ബ്ലഡിലൂടെ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അബ്സോർപ്ഷൻ ഓഫ് സിമ്പിൾ ന്യൂട്രിയൻസ് ആണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലേ സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ വെച്ചിട്ടാണ് അബ്സോർപ്ഷൻ നടക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ? ഓക്കെ, അപ്പോൾ ഇതിന് മെയിനായിട്ട് സഹായിക്കുന്നത്, അതായത് 90% നമ്മുടെ അബ്സോർപ്ഷൻ നടക്കുന്നത് നമ്മുടെ ബോഡിക്കകത്തുള്ള ഈ സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ വെച്ചിട്ടാണ് അല്ലേ? അപ്പോൾ ഈ സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ ഇതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ വില്ലി അഥവാ വില്ലസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് വില്ലസ് അല്ലെങ്കിൽ എന്താണ് വില്ലി? അതായത് നമ്മുടെ ചെറുകുടലിനകത്ത് കാണുന്ന ഈ ഒരു ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ അല്ലേ, ഒരു വിരൽ പോലുള്ള ഒരു പാർട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതിനെയാണ് നമുക്ക് വില്ലി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അബ്സോർപ്ഷൻ ഓഫ് സിമ്പിൾ ന്യൂട്രിയൻസ് നടക്കുന്നത് മുഴുവനും ഈ വില്ലസിനകത്ത് വെച്ചിട്ടാണ്. ഓക്കെ, ഈ വില്ലസിനുള്ളിൽ, അതായത് നമ്മുടെ ചെറുകുടലിലെ ഒരു 6 മീറ്ററോളം ഇങ്ങനെ വളഞ്ഞു പൊളഞ്ഞു കിടക്കുന്ന നമ്മുടെ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷനിൽ വെച്ചിട്ടാണ് നമ്മുടെ മുഴുവൻ അബ്സോർപ്ഷനും അവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ വില്ലസ് എന്നാണ് നമ്മൾ ഇതിനെ പറയുക, അല്ലെങ്കിൽ വില്ലി എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുക. ഓക്കെ, നമുക്കറിയാം ഇത് നമ്മുടെ ചെറുകുടലിൻ്റെ ഇൻറ്റേർണൽ ഏരിയാസിലാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ വില്ലസിൽ വെച്ചിട്ട് എന്തൊക്കെയാണ് നടക്കുന്നത്, വില്ലസിൽ ആരൊക്കെ ഉണ്ട് എന്നൊക്കെ നമുക്കിനെ പഠിക്കാം. ഇതാണ് വില്ലസിൻ്റെ സ്ട്രക്ചർ. അതിൽ നിന്നും ഒരുപാട് വില്ലസ് ഉണ്ട് അവിടെ അല്ലേ? അതായത് നമുക്കറിയാം അത്രയും നീളത്തോട് കൂടി അല്ലേ, 6 മീറ്റേഴ്സ് ഓഫ് ലോങ്ങിലാണ് നമ്മൾ വില്ലസിനെ അതിലെ കാണാൻ കഴിയാം. വളഞ്ഞ് പൊളഞ്ഞിട്ടാണ് കാണാൻ കഴിയുക. നമുക്കറിയാം ഒരുപാട് ഏരിയാസ് അല്ലേ, ഇൻക്രീസ് സർഫേസ് ഏരിയ, ഒരുപാട് ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യാനും സൂക്ഷിച്ചു വെക്കാനുള്ളൊരു കഴിവ് അബ്സോർപ്ഷൻ നടക്കുന്നത് ഈ വില്ലസിനകത്താണ്. അപ്പോൾ ഇതിൽ നിന്നും ഒരു വില്ലസിനെ മാത്രം എടുത്തു നോക്കിയാൽ ഇങ്ങനെ ഒരു സ്ട്രക്ചറാണ് വില്ലസിൽ ഉണ്ടാവുക. ഓക്കെ, ഇപ്പോൾ വില്ലസിൻ്റെ സ്ട്രക്ചർ നോക്കിയാൽ എപ്പിത്തീലിയൽ സെൽസ് കാണാം, ബ്ലഡ് കാപ്പിലറീസ് കാണാം, ലാക്റ്റിയൽ കാണാം അല്ലേ? അതായത് എപ്പിത്തീലിയൽ ടിഷ്യൂസ് കാണാം, സെൽസ് കാണാം, അതേപോലെ തന്നെ ബ്ലഡ് കാപ്പിലറീസ് കാണാം അല്ലേ, രക്തലോമികകൾ കാണാം, അതേപോലെ തന്നെ ലാക്റ്റിയലും കാണാം. ഓക്കെ, അപ്പോൾ ഇവരുടെയൊക്കെ ഫങ്ഷൻസ് എന്താണെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെ നമുക്കറിയാം ഈ പുറമേ കാണുന്ന ഈ ഒരു ഫസ്റ്റ് ലെയറാണ് എപ്പിത്തീലിയൽ സെൽസ് എന്ന് പറയുന്നത്. ഈ പുറമേ കാണുന്ന ഫസ്റ്റ് ലെയറാണ് എപ്പിത്തീലിയൽ സെൽ അല്ലേ? അപ്പോൾ നമ്മുടെ ന്യൂട്രിയൻസ് ഒക്കെ ഫസ്റ്റ് എൻ്റർ ചെയ്യുന്നതും ആരായിരിക്കും? ഈ എപ്പിത്തീലിയൽ സെൽസിലേക്കായിരിക്കും അല്ലേ? ദ പ്രൈമറി സർഫേസ് ഓഫ് ദ അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസ്, അതായത് ഈ നമ്മുടെ ന്യൂട്രിയൻസിൻ്റെ അബ്സോർപ്ഷൻ ഫസ്റ്റ് വന്ന് ചേരുന്നത് എപ്പിത്തീലിയൽ സെൽസിലായിരിക്കും. അതിനകത്തായിട്ട് കാണുന്നതാണ് ബ്ലഡ് കാപ്പിലറീസും ലാക്റ്റിയലും. ഓക്കെ, ഇനി ബ്ലഡ് കാപ്പിലറീസിൻ്റെ ഫംഗ്ഷൻ എന്താണ്? എ ബ്രാഞ്ച് ഓഫ് ആർട്ടറി എൻറ്റേഴ്സ് ദ വില്ലസ് ആൻഡ് ഫോംസ് ദ ബ്ലഡ് കാപ്പിലറീസ് അല്ലേ? ദേ യുണൈറ്റ് ടു ഫോം വെയിൻ ആൻഡ് ലീവ്സ് ടു വില്ലസ്, അബ്സോർബ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗലക്ടോസ്, അമിനോ ആസിഡ്. അതായത് നമുക്കറിയാം നമ്മുടെ സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ വെച്ചിട്ട് നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ എന്തായിട്ട് മാറിയിട്ടുണ്ട്? ഗ്ലൂക്കോസും ഫ്രക്ടോസും ഗലക്ടോസും ഒക്കെ ആയിട്ട് മാറിയിട്ടുണ്ട് അല്ലേ? അമിനോ ആസിഡ്സ് ഒക്കെ ആക്കിയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ അബ്സോർബ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് നമ്മുടെ ബ്ലഡ് കാപ്പിലറീസിൻ്റെ ഡ്യൂട്ടി. ഓക്കെ, അപ്പോൾ ബ്ലഡ് കാപ്പിലേഴ്സ്, അതായത് ഒരു ധമനിശാഖ വില്ലസിലേക്ക് പ്രവേശിച്ച് രക്തലോമികകളായിട്ട് മാറുന്നതാണ് എന്ത്, നമ്മുടെ ബ്ലഡ് കാപ്പിലറീസ് എന്ന് പറയുന്നത്. അത് തിരിച്ച് എക്സിറ്റ് ആയി പോകുന്നതും വെയിൻസ് ആയിട്ടാണ് അല്ലേ? അപ്പോൾ അവിടെ വെയിൻസും ഉണ്ട്, അതേപോലെ തന്നെ എന്താണ്, ആർട്ടറിയും ഉണ്ട്. ആർട്ടറി വെയിൻസ് ഒക്കെ എന്താണെന്ന് നമുക്ക് ഹാർട്ട് പഠിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബ്ലഡിനകത്തുള്ള കാർബോഹൈഡ്രേറ്റ്സ് അതേപോലെ അമിനോ ആസിഡിനെ ഒക്കെ അബ്സോർബ് ചെയ്യുന്നുള്ളതാണ് നമ്മുടെ ബ്ലഡ് കാപ്പിലറീസിൽ നടക്കുന്നത്. ഇനി ലാക്റ്റിയലിൻ്റെ എന്താണ്? നമുക്കറിയാം ബ്ലഡ് കാപ്പിലറീസിൽ വാട്ടറിൻ്റെ കണ്ടൻറ് ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ഫാറ്റി ആസിഡുകൾ, ഗ്ലിസറോളൊന്നും എന്ത് ചെയ്യൂല, നമ്മുടെ ബ്ലഡ് കാപ്പിലറീസ് എന്ത് ചെയ്യൂല, അബ്സോർബ് ചെയ്യൂല. അവിടെ എന്തുണ്ട്? അവിടെ
വാട്ടറിൻ്റെ കോണ്ടൻ്റ് ഉണ്ട് അല്ലേ. നമുക്കറിയാം, നമ്മളൊരു ഗ്ലാസ്സിൽ ഓയിൽ എടുത്തിട്ട് വെള്ളത്തിൽ, ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഓയിൽ ഒഴിക്കുകയാണെങ്കിൽ നമുക്കറിയാം രണ്ടും രണ്ടായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നത് കാണാൻ കഴിയും. അതുപോലെ തന്നെ ബ്ലഡ് കാപ്പിലറീസിൽ വാട്ടർ കണ്ടൻറ് ഉള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്യൂല, നമ്മുടെ ഫാറ്റി ആസിഡ് ഗ്ലിസറോളിൽ നിന്നും അബ്സോർപ്ഷൻ നടക്കില്ല. അപ്പോൾ ഇവരെ അബ്സോർബ് ചെയ്യുന്നത് നമ്മുടെ ലാക്റ്റീൽസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുമാണ് ഓൾമോസ്റ്റ് ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ബയോമോളിക്യൂൾസിൻ്റെ അബ്സോർപ്ഷൻ ഒക്കെ എന്ത് ചെയ്യാണ്, നമ്മുടെ ഈ വില്ലസിൽ വെച്ചിട്ട് നടക്കുകയാണ്. ഓക്കെ, ഇനി നമ്മൾ ബ്ലഡിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, രണ്ട് പാർട്ട് കാണാൻ പറ്റും. കമ്പോണൻസ് ഓഫ് ബ്ലഡ്, ഒന്ന് പ്ലാസ്മയാണ്. ഓക്കെ, ഒന്ന് പ്ലാസ്മയാണ്, ഒന്ന് ബ്ലഡ് സെൽസ് ആണ്. ഓക്കെ, അപ്പോൾ പ്ലാസ്മയിൽ ആരൊക്കെയാണുള്ളത് നമുക്ക് നോക്കാം. പ്ലാസ്മയിൽ 55% ഓഫ് വാട്ടർ ഉണ്ടാവും. അതേപോലെ തന്നെ അടുത്തുള്ളതാണ് പ്രോട്ടീൻ അല്ലേ. പ്രോട്ടീൻസിൽ പെടുന്നതാണ് ആൽബുമിൻ, അതേപോലെ ഗോബുലിൻ, ഫൈബ്രിനോജിൻ. ഓക്കെ, അതുപോലെ തന്നെ അതർ കോമ്പോണൻ്റ് ആണ് നമുക്ക് പ്ലാസ്മയിൽ കാണാൻ കഴിയുക. ഇനി ബ്ലഡ് സെല്ലിൽ ആരൊക്കെയാണ്, 45% ആണ് റെഡ് ബ്ലഡ് സെൽസ് കാണാൻ കഴിയും, വൈറ്റ് ബ്ലഡ് സെൽസ് കാണാൻ കഴിയും, അതേപോലെ തന്നെ സെൽസ് ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ് ഒക്കെ നമുക്കിതിൽ കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇതിൽ ഓരോന്നിനും ഫങ്ഷൻ, അതായത് നമുക്ക് വാട്ടറിനെ അറിയാം അല്ലേ. പ്ലാസ്മയിൽ കാണുന്ന വാട്ടർ 90 to 92% വാട്ടർ കാണാൻ കഴിയുമെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ പ്രോട്ടീനിലുള്ളതാണ് ആൽബുമിനും ഗ്ലോബുലിനും ഫൈബ്രിനോജിനും. അപ്പോൾ ഇതിന് ഓരോന്നിനും ചെറിയ ചെറിയ ഫങ്ഷൻസ് ഉണ്ട് അല്ലേ. നമ്മുടെ ആൽബുമിൻ്റെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഗോബുലിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ രോഗത്തേക്ക് പ്രതിരോധിക്കുക എന്നുള്ളതാണ് ഗോബുലിൻ്റെ ഫങ്ഷൻ. ഇനി ഫൈബ്രിനോജിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലഡ് കട്ട പിടിക്കുക അല്ലേ, കോയാഗുലേഷൻ ഓഫ് ബ്ലഡ് എന്ന് പറയും. അപ്പോൾ അതിനെയൊക്കെ കട്ട പിടിക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് നമ്മുടെ ഫൈബ്രിനോജൻ. അതേപോലെ ഗോബുലിൻ്റെ അതർ ഫങ്ഷൻ നമുക്കറിയാം, ഇമ്മ്യൂണിറ്റി അല്ലെ, രോഗപ്രതിരോധത്തെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ളതും എന്താണ്, ഗോബുലിൻ്റെ ഫങ്ഷനാണ്. പിന്നെ നമ്മുടെ ബ്ലഡ് സെൽസിലുള്ളത് പിന്നെ അതർ കോമ്പോണൻസ് എന്ന് പറഞ്ഞാൽ സാൾട്ട്, യൂറിയ, അമിനോ ആസിഡ്, ഹോർമോൺസ്, ഇതൊക്കെയാണ് അതർ കോമ്പോണൻസിൽ വരുന്നത്. ഇനി ബ്ലഡ് സെൽസിൽ നോക്കുകയാണെങ്കിൽ റെഡ് ബ്ലഡ് സെൽസ് ഉണ്ട് അല്ലേ. റെഡ് ബ്ലഡ് സെൽസിൻ്റെ പ്രത്യേകത ട്രാൻസ്പോർട്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ, ഇതന്നെയാണ് റെഡ് ബ്ലഡ് സെൽസ്. അതേപോലെ വൈറ്റ് ബ്ലഡ് സെൽസിൻ്റെത് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ദെൻ ഉള്ളത് പ്ലേറ്റ്ലെറ്റ്സിൻ്റെ ഫങ്ഷൻ ഹെൽപ്പ് ഇൻ ബ്ലഡ് കോട്ടിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പ്ലേറ്റ്ലെറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കമ്പോണൻസ് ഓഫ് ബ്ലഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ കഴിക്കുന്ന ഫുഡ് സബ്സ്റ്റൻസ് ഒക്കെ എങ്ങനെയാണ് സെല്ലിലേക്ക് എൻ്റർ ചെയ്യുന്നത്, അതായത് നേരിട്ട് ബ്ലഡ് കൊണ്ടുപോയിട്ട് നമ്മുടെ ഫുഡിലെ സബ്സ്റ്റൻസിനെയൊക്കെ നേരിട്ടാണോ നമ്മുടെ സെല്ലിലേക്ക് എത്തിക്കുന്നത്, ബ്ലഡിൽ നിന്നും നേരിട്ടാണോ എത്തിക്കുന്നത്, അല്ല അതിൻ്റെ ഇടയിൽ ആരെങ്കിലും ഇൻ്റർമീഡിയേറ്ററായിട്ട് വർത്തിക്കുന്നുണ്ടോ എന്നും കൂടി നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ നിങ്ങൾ ഒരു ഫോർമേഷൻ ഓഫ് ടിഷ്യൂ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞിട്ടൊരു പാർട്ട് കാണുന്നുണ്ട് ടെക്സ്റ്റിൽ അല്ലേ. അപ്പോൾ അതിൽ നമുക്ക് കാണാൻ കഴിയും അവിടെ ആർട്ടറി, കാപ്പിലറി, വെയിൻ, ലിംഫ് വെസൽ എന്ന് പറഞ്ഞിട്ടൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു, നമ്മൾ കഴിക്കുന്ന സബ്സ്റ്റൻസുകൾ നേരിട്ട് ബ്ലഡ് എന്ത് ചെയ്യുന്നില്ല, സെല്ലിലേക്ക് എത്തിക്കുന്നില്ല അല്ലേ. അപ്പോൾ ഇതിനൊരു ഇൻ്റർമീഡിയേറ്ററുടെ ആവശ്യമുണ്ട്. അതാണ് ടിഷ്യൂ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ആരാണ് ടിഷ്യൂ ഫ്ലൂയിഡ്? ഈ ബ്ലഡ് വെസലിൽ നിന്നും ഈ പറയുന്ന സബ്സ്റ്റൻസുകൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത് ഈ സ്പെഷ്യൽ ഫ്ലൂയിഡ് ആയിട്ടുള്ള ടിഷ്യൂ ഫ്ലൂയിഡിലേക്കാണ്. ഈ ടിഷ്യൂ ഫ്ലൂയിഡിൽ ആണ് സെല്ലിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ആക്ച്വൽ ട്രാൻസ്ഫർ അഥവാ സംവഹനം പോസിബിൾ ആക്കുന്നത്. അപ്പോൾ ഇത് തിരിച്ച് റിട്ടേൺ ചെയ്യുന്നതും ഈ ഫ്ലൂയിഡിലൂടെ തന്നെയാണ്. മനസ്സിലായില്ലേ? അതായത് സെല്ലിലേക്ക് ടിഷ്യൂ ഫ്ലൂയിഡ് വഴിയാണ് സബ്സ്റ്റൻസുകൾ എൻ്റർ ചെയ്യുന്നത് എന്നർത്ഥം. അത് തിരിച്ച് നമ്മുടെ സെല്ലിൽ നിന്ന് പുറത്തേക്ക് വരുന്നതും ഈ ടിഷ്യൂ ഫ്ലൂയിഡിൻ്റെ ഹെൽപ്പോട് കൂടി തന്നെയാണ്. ഓക്കെ, ഇവിടെ നമ്മൾ ഡെഫിനേഷൻ പഠിക്കുന്ന സമയത്ത് നമുക്ക് വെയിൻസും ആർട്ടറി ഒക്കെ പഠിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, ഹാർട്ട് പഠിക്കുന്ന സമയത്ത് ഒന്നുകൂടി വൃത്തിയായിട്ട് അതിനെപ്പറ്റി പഠിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ധമനിയിൽ നിന്നും കുറച്ച് ബ്രാഞ്ചുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ബ്ലഡ് കാപ്പിലറീസിൽ പോകുന്നുണ്ട്. ഇതിൽ സ്മോൾ ഹോൾസ് ഉണ്ടാവും. അതായത് ഇവിടെ ബ്ലഡ് കാപ്പിലറീസിന് എന്തുണ്ടാവും, ചെറിയ ചെറിയ ഹോളുകൾ ഉണ്ടാവും. സെല്ലിൻ്റെ ഇടയിലേക്ക് സബ്സ്റ്റൻസുകൾ ഊർന്നിറങ്ങാൻ വേണ്ടിയിട്ട്. അതായത് ഈ ചെറിയ ചെറിയ ഹോൾസ് കാണാൻ കഴിയും. ഇതിലൂടെയാണ്
ടിഷ്യൂ ഫ്ലൂയിഡിൽ സെല്ലിനകത്തേക്ക് ഊർന്നിറങ്ങുന്നത്. ഓക്കെ, ഇതിൽ സബ്സ്റ്റൻസുകൾ ഉണ്ടാവും. അങ്ങനെ അവിടെ മെറ്റീരിയൽ ട്രാൻസ്ഫർ നടക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് ബ്ലഡ് കാപ്പിലറീസ് ഉണ്ടാവും, അതിൽ സ്മോൾ സ്മോൾ പോർസ് ഉണ്ടാവും. ഇതിലൂടെയാണ് സെല്ലിലേക്ക് ടിഷ്യൂ ഫ്ലൂയിഡ് വഴി സബ്സ്റ്റൻസുകൾ എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, ഇനി തിരിച്ചു വരേണ്ടത് അങ്ങനെ തന്നെ ഇവിടെ റിലീസായിട്ടുള്ള ടിഷ്യൂ ഫ്ലൂയിഡിൻ്റെ ഒരു ഭാഗം എന്താണ്, ലിംഫ് ലോമികളിലേക്കാണ് എൻ്റർ ചെയ്യുന്നത്. എ പോർഷൻ ഓഫ് ദ ടിഷ്യൂ ഫ്ലൂയിഡ് വിച്ച് വാസ് ഫോംഡ് ഫ്രം ബ്ലഡ് റിട്ടേൺ ടു ദി ബ്ലഡ് ത്രൂ കാപ്പിലറീസ്. എ ഫ്യൂ പോർഷൻ ഓഫ് ടിഷ്യൂ ഫ്ലൂയിഡ് എൻറ്റേഴ്സ് ദ ലിംഫ് ലാക്റ്റിൽ ടു ഫോം ലിംഫ്. അല്ലേ? അപ്പോൾ ഇവിടെ രണ്ട് കാര്യം മനസ്സിലായി. ദ എക്സ്ചേഞ്ച് ഓഫ് സബ്സ്റ്റൻസ് ബിറ്റ്വീൻ ബ്ലഡ് സെൽസ് ടേക്ക് പ്ലേസ് ത്രൂ ടിഷ്യൂ ഫ്ലൂയിഡ്. അതേപോലെ ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ ആൻഡ് ഫാറ്റ് സൊല്യൂബിൾ വിറ്റമിൻസ് ആൻഡ് ട്രാൻസ്പോർട്ട് ത്രൂ ദി ലിംഫ്. അല്ലേ? അപ്പോൾ ഫാറ്റി ആസിഡും കാര്യങ്ങളൊക്കെ ലിംഫിലൂടെയും, അതേപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള സബ്സ്റ്റൻസ്, അതർ സബ്സ്റ്റൻസുകളൊക്കെ എന്താണ്, നമ്മുടെ ബ്ലഡ് കാപ്പിലറീസിലൂടെ, അതായത് ടിഷ്യൂ ഫ്ലൂയിഡ് ഹെൽപ്പോട് കൂടിയിട്ട് ബ്ലഡ് കാപ്പിലറീസിലൂടെ ഊർന്നിറങ്ങുകയാണ് ചെയ്യുന്നത്. അതിൽ ഗ്ലിസറോളും ഫാറ്റ് സൊല്യൂബിൾ ആയിട്ടുള്ള വൈറ്റമിൻസും ഒക്കെ എന്ത് ചെയ്യും, അതിൽ നിന്ന് കുറച്ച് ഭാഗം എവിടത്തേക്ക് പോകും, ലിംഫ് വെസലിലേക്ക് പോകും എന്നാണ് അവിടെ പറയുന്നത്. അവിടെ ലിംഫിൽ കുറച്ച് പാർട്സുകൾ നമ്മൾ കാണുന്നുണ്ട്. ലിംഫ് വെസല്, സ്പ്ലീന്, ലിംഫ് നോഡ്. ഓക്കെ, അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് റീഡ് ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി വില്ലസിൽ കണ്ടിട്ടുള്ള ഈ ധമനിയെയും അതേപോലെ സിരയെയും ആർട്ടറിയെയും വെയിൻസിനെയും എങ്ങനെയാണ് ബ്ലഡിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഇതിൽ ആർട്ടറി കാണാനുണ്ട്, അതേപോലെ വെയിൻസ് കാണാനുണ്ട്, ബ്ലഡ് കാപ്പിലറീസും കാണാനുണ്ട്, അല്ലേ? അപ്പോൾ ആർട്ടറി എന്ന് പറഞ്ഞാൽ വെസൽസ് ദാറ്റ് ക്യാരിഡ് ബ്ലഡ് ഫ്രം ദി ഹാർട്ട്, തിക്ക് ആൻഡ് ഇലാസ്റ്റിക് വാൾസ്, ബ്ലഡ് ഫ്ലോ വിത്ത് ഹൈ പ്രഷർ ആൻഡ് ഹൈ സ്പീഡ്. അല്ലേ? ആർട്ടറി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ആർട്ടിലേക്ക് ബ്ലഡ് ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നവരാണ് എന്ത്, ആർട്ടറീസ് എന്ന് പറയുന്നത്. ഇവരുടെ തിക്ക് ആൻഡ് ഇലാസ്റ്റിക് വാളുകളാണ്. അതേപോലെ തന്നെ ഹൈ പ്രഷറിലാണ് ഇവിടെ ബ്ലഡിൻ്റെ ട്രാൻസ്ഫർ നടക്കുക. ഇനി വെയിൻസ് എന്ന് പറഞ്ഞാൽ വെസൽസ് ദാറ്റ് ക്യാരി ബ്ലഡ് ടു ഹാർട്ട്, അതായത് ഹാർട്ടിൽ നിന്ന് ബ്ലഡിനെ തിരിച്ച് കൊണ്ടുവരുന്ന ആളാണ് വെയിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദ ബ്ലഡ് ഫ്ലോസ് വിത്ത് ലോ പ്രഷർ ആൻഡ് ലോ സ്പീഡ്. അല്ലേ? അതായത് വളരെ സ്പീഡ് കുറഞ്ഞിട്ടാണ്, അല്ലേ, ലോ സ്പീഡിലും ലോ പ്രഷറിലാണ് ഇവിടെ എന്തുണ്ടാവുക, വെയിൻസിൽ ട്രാൻസ്ഫർ നടക്കുക. ഓക്കെ, ബ്ലഡിൻ്റെ ഫ്ലോ നടക്കുക. ഇവിടെ വാൾവുകൾ പ്രസൻ്റ് ആണ്. ഓക്കെ, ഇനി കാപ്പിലറി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കാപ്പിലറി എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടു പേരുടെയും ഇടയിൽ വെസൽസ് ദാറ്റ് കണക്ട് ആർട്ടറി ആൻഡ് വെയിൻ, വാൾ ഹാവിംഗ് മൈന്യൂട്ട് പോർസ് ഈസ് ഫോംഡ് എ സിംഗിൾ ലെയർ ഓഫ് സെൽ, ബ്ലഡ് ഫ്ലോസ് വിത്ത് ലോ പ്രഷർ ആൻഡ് ലോ സ്പീഡ്. ഇത് വെയിനെ പോലെ ലോ പ്രഷറിലും ലോ സ്പീഡിലും തന്നെയാണ് ബ്ലഡ് ഇതിലൂടെ പാസ് ചെയ്യുക. അതുപോലെ തന്നെ സ്മോൾ പോർസ് നമ്മൾക്ക് ബ്ലഡ് കാപ്പിലറീസിൽ കാണാൻ കഴിയും. ഓക്കെ, ഒരു സിംഗിൾ ലെയർ ആയിട്ടുള്ള സെല്ലാണ് ബ്ലഡ് കാപ്പിലറീസ് എന്ന് പറയുന്നത്. ആർട്ടറിയെയും വെയിൻസിനെയും പരസ്പരം ബന്ധിപ്പിച്ചിട്ടുള്ളത് ഈ കാപ്പിലറീസിലാണ്. ഓക്കെ, അപ്പോൾ ആർട്ടറിയെയും വെയിൻസിനെയും പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഹാർട്ട് പഠിക്കുമ്പോൾ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും, ആർട്ടറി എന്താണ്, വെയിൻസ് എന്താണെന്ന് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ പോർട്ടൽ വെയിൻസിനെ പറ്റി പഠിക്കുന്നുണ്ട്, അല്ലേ? എന്താണ് പോർട്ടൽ വെയിൻ? പോർട്ടൽ വെയിൻസ് എന്ന് വെച്ചാൽ നമുക്കറിയാം, സർട്ടൈൻ വെയിൻസ് ഡു നോട്ട് റീച്ച് ദ ഹാർട്ട്. അല്ലേ? എല്ലാ വെയിൻസും എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ ഹാർട്ടിലേക്ക് എത്തുന്നില്ല. ദേ ക്യാരി ബ്ലഡ് ഫ്രം ഓർഗൻ ടു ഓർഗൻ. അതായത് ഈ പറയുന്ന പോർട്ടൽ വെയിന് ഓർഗൻ ടു ഓർഗനിലേക്കാണ് ബ്ലഡിനെ എത്തിക്കുന്നത്. സച്ച് വെയിൻസ് ആർ കോൾഡ് പോർട്ടൽ വെയിൻസ്. അപ്പോൾ ഇങ്ങനെയുള്ള വെയിൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, പോർട്ടൽ വെയിൻസ് എന്ന് വിളിക്കുക, അല്ലേ? ചില സിരകൾ ഹൃദയത്തിൽ എത്തുന്നില്ല, അല്ലേ? അവയവങ്ങളിൽ നിന്നും അവയവങ്ങളിലേക്ക് മാത്രമാണ് അവരുടെ ട്രാൻസ്ഫർ നടക്കുന്നത്. ഓക്കെ, അതായത് ബ്ലഡ് എത്തിക്കുന്നത്. സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ നിന്നും നമ്മുടെ ന്യൂട്രിയൻസുകളൊക്കെ അബ്സോർബ് ചെയ്തുണ്ടാകുന്ന ബ്ലഡ്, ആ ബ്ലഡ് നേരെ എവിടത്തേക്ക് എത്തും, ഓർഗൻ ടു ഓർഗൻ, അതായത് ലിവറിലേക്കാണ് എത്തുന്നത്. ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ വഴിയാണ് ലിവറിലേക്ക് ഈ ബ്ലഡ് എത്തുന്നത്. മെയിൻ ലിവറിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുഡിലൊക്കെ ഉണ്ടാകുന്ന വിഷാംശങ്ങളെ, അല്ലേ, ടോക്സിറ്റി ആയിട്ടുള്ള അവയെ നശിപ്പിക്കുക എന്നതാണ് നമ്മുടെ ലിവറിൻ്റെ ഫങ്ഷൻ, അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഫുഡിൽ നമ്മൾ ന്യൂട്രിയൻസൊക്കെ
ഓർഗൻ ടു ഓർഗൻ വഴി ഹെപ്പാറ്റിക് വെയിൻ വഴി നമ്മുടെ എവിടെ എത്തുന്നു, ഓർഗനായിട്ടുള്ള ലിവറിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് ചെറിയൊരു പ്യൂരിഫിക്കേഷൻ നടക്കുകയാണ്. ഓക്കെ, ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ വഴി നമ്മുടെ ലിവറിൽ എത്തുന്നു, അവിടെ വെച്ച് ടോക്സിസിറ്റി ആയിട്ടുള്ള വിഷാംശങ്ങളെയൊക്കെ നീക്കം ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യാണ്, നമ്മുടെ മെയിൻ ബ്രാഞ്ചായിട്ടുള്ള വെയിനുകളുടെ മെയിൻ ബ്രാഞ്ചായിട്ടുള്ള വീന കവയിൽ എത്തുവാണ്. പിന്നെ അവിടെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഹാർട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്